മട്ടന്നൂർ നിയോജകമണ്ഡലത്തിന്റെ അതിർത്തിയിലുള്ള കണ്ടകശ്ശേരി പാലം ഇപ്പോഴും ചെരിഞ്ഞു തന്നെ കിടക്കുകയാണ്. പടിയൂർ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അപകടാവസ്ഥയ്ക്ക് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 33 വർഷം മുൻപ് നിർമ്മിച്ചതാണ് കണ്ടകശ്ശേരി പാലം. 1993 ശിലാസ്ഥാപനം നടത്തിയത്. മണിക്കടവിൽ മഴക്കാലത്ത് കനത്ത ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് പാറക്കൂട്ടങ്ങളും മരങ്ങളും ഒഴുകിവന്ന് പാലത്തിന്റെ കോൺക്രീറ്റ് തൂണിലിടിച്ചതോടെ സ്ലാബുകൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചെരിഞ്ഞുകിടക്കുന്ന പാലത്തിന്റെ തൂണുകൾ നേരെയാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 പ്രളയത്തിലും പാലത്തിനു മുകളിലൂടെ പുഴ ഒഴുകിയിട്ടും പാലം പൊളിഞ്ഞില്ല എന്നതും വലിയ അത്ഭുതമാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിലാണ് തകർന്ന കൈവരികൾക്ക് പകരം ഇരുമ്പു കൈവരികൾ ഉറപ്പിച്ചത്. നിരവധി പ്രാവശ്യം പാലം ബലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. കുടിയേറ്റ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് കണ്ടശ്ശേരി പാലം ജനകീയ കൂട്ടായ്മയിലൂടെ നിർമ്മിച്ചത്. ആ പാലം നിർമ്മിച്ച് അധികം വൈകാതെ തന്നെ ആ പാലത്തിൻ്റെ ഒരു തൂണ് ബലക്കുറവ് മൂലം ഒരു സൈഡ് ഇരുന്നു പോവുകയും പാലം അപകടാവസ്ഥയിലാകുകയും ചെയ്തു. പിന്നീടുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പാലത്തിൻ്റെ കൈവിരികൾ തകർന്നുപോയി. ആളുകൾ ആശങ്കയിലാണ്. വെള്ളപ്പൊക്കം കടന്നു വരുന്നു, മഴക്കാലം അടുക്കുന്നു. ആ പാലം നന്നേ അപകടത്തിലാണ്. ഇനി വരുന്ന മഴക്കാലത്ത് എങ്ങനെ പാലത്തിലൂടെ കടന്നു പോകുമെന്നുള്ള ആശങ്കയിൽ ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ പാലം പടിയൂരുമായും ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയുമായും പയ്യാവൂർ പഞ്ചായത്തുമായും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ്. പാലത്തിന്റെ ഒരു ഭാഗത്ത് മലയോര ഹൈവേയും മറുഭാഗത്ത് കണിയാർവയൽ ഉളിക്കൽ റോഡുമാണ്. മലയോര ഹൈവേയിൽ നിന്ന് 300 മീറ്ററും കണിയാർവയൽ ഉളിക്കൽ റോഡിൽ നിന്ന് 50 മീറ്ററുമാണ് പാലത്തിലേക്കുള്ളത്. ഇത് രണ്ടും പഞ്ചായത്ത് റോഡാണ്. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട്. പയ്യാവൂർ പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ടകശ്ശേരി പാലത്തിന്റെ അപകടാവസ്ഥയ്ക്കെതിരെ PWDയുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.